ഈ നല്ല നേരത്ത് തന്നെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും നമുക്കൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്യം. എൻ്റെ ജീവിതത്തിലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം ദൈവം തരുന്നു. കർത്താവിന് വേണ്ടി ഞാൻ പാടുന്നു, കർത്താവിന് വേണ്ടി വാക്യം പറയുന്നു, പാടുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് ധാന്യം വീഞ്ഞും ഇതൊക്കെ ഉണ്ടായതിൽ അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യം വീഞ്ഞിനെക്കാട്ടിലും അധികം സന്തോഷം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നു. എത്ര നല്ല കർത്താവ് നമുക്കുണ്ട്. യേശപ്പച്ചൻ നമുക്കുണ്ട്, കൂടെയുണ്ട്. യേശപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതിനായി കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം, പുകഴ്ത്താം. ചിലർ ഔട്ട്സൈഡ് അബ്രോഡ്, ചിലർ ഔട്ട്സൈഡിലുള്ള കേരളത്തിൽ നമ്മുടെ ചുറ്റുവട്ടാരത്തിലുള്ളവർ നിന്ദിക്കാം. കാരണം ജലസ്, അസൂയയുടെ ആത്മാവ്. മറ്റുള്ളവർ എന്നെക്കാൾ അങ്ങ് ഉയർന്നു പോകുന്നത് കാണുന്നു, ഇഷ്ടമല്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ദൈവത്തിന് കൊടുക്കുന്ന തിരിച്ചടി ദൈവം കൊടുക്കും. ഒരാളുടെ ഉയർച്ചയ്ക്ക് തടസ്സം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി കർത്താവ് തരും. കർത്താവിൻ്റെ മക്കളെ തൊടുന്നവർ എൻ്റെ കൺമണിയെ തൊടുന്നു, നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. കർത്താവിൻ്റെ മക്കൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരെ കർത്താവ് ഈ ലോകത്ത് പോലും വച്ചേക്കത്തില്ല. ദൈവം മാറ്റിക്കളയും. കാരണം അവർ ചൂസൺ ബൈ ഗോഡ്, നോട്ട് ബൈ ഓൺ. മറ്റുള്ളവർ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും അത് സാധ്യമല്ല. അത് ദൈവം സാധ്യമാക്കത്തില്ല. ദൈവം മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ മൗനമായിരിക്കുക. കർത്താവ് യുദ്ധം ചെയ്യും, യഹോവ യുദ്ധം ചെയ്യും, യേശപ്പച്ച യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ മൗനമായിരിക്കാം. നമ്മൾ മൗനത്തിൽ ആയിരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് ജയോത്സവമായി നടത്തും. മറ്റുള്ളവർ കണ്ട് അസൂയപ്പെടുന്നതിനെക്കാട്ടിൽ ഉയർച്ചയിൽ കർത്താവ് നടത്തും. ചൂസൺ ബൈ ഗോഡ് പീപ്പിളിനെ തൊട്ടാൽ യേശുപ്പച്ചൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള തിരിച്ചടി ഇങ്ങെത്തും, പെട്ടെന്ന് ഇങ്ങെത്തും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. 4-ാം അധ്യായത്തിൽ കൊടുത്തേക്കുന്ന സങ്കീർത്തനം 4 എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ. പിന്നെ നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ദൈവത മൗനമായിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ അനേക ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവം അതെല്ലാം ഇവിടെ വയ്ക്കുമെന്ന് ഞാൻ എന്നെ ഓർക്കുന്നു. കർത്താവിനെ ഓർക്കുന്നു. ആമീൻ, ആമീൻ.